ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കാർത്തികനെ ഒരുക്കി ഇരിക്കുകയാണ് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ അമലും ഒക്കെ ചേർന്നിട്ട്. അതേസമയം ഗംഗപ്രസാദ് രണ്ടാ ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ട് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഗംഗ പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ അകത്തേക്ക് കയറി കോളാന്ന് പറയുമ്പോഴേക്കും ഗുണ്ട പറയുന്നുണ്ട്, എടാ അങ്ങനെ എങ്ങനെയാടാ നിന്നെ ഒറ്റക്ക് വിടുന്നത്? അങ്ങനെ ഒറ്റക്ക് വിടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞങ്ങൾ നിന്റെ കൂടെ വന്നത്. എടാ ഞങ്ങളും കൂടെ നിന്റെ കൂടെ വരാം. അടാ അതല്ലടാ, ഞാൻ അകത്ത് പോയിട്ട് പുറത്ത് വരുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ അകത്തേക്ക് പോയിക്കൊള്ളാം, നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ അകത്തേക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വരില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു ഇനി ഒരിക്കലും ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന്. ശരി, നിങ്ങളെന്ന് ആംബുലൻസിൽ കയറിയിരുന്നു, ഞാൻ അകത്തേക്ക് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും ഇവിടെ ചെറിയൊരു ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ മുമ്പിൽ ഒരു CCTV ക്യാമറ മാത്രമേ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. ബാക്കിലൊന്നും ക്യാമറ ഉണ്ടാവില്ല. അതോടെ ഞാൻ പിന്നാമ്പുറത്തേക്ക് കൂടി കയറിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. നിങ്ങൾ ആംബുലൻസിലേക്ക് കയറിയിരുന്നോ എന്ന് പറയുന്നുണ്ട് ഗംഗ. അതിനുശേഷം പിന്നാമ്പുറത്ത് കൂടി തന്നെ ഗംഗ മതിൽ ചാടി അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണ കാർത്തികേനെയാണ്. കാർത്തികനെ വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണി കേട്ടോ. കാർത്തിക പറയുന്നുണ്ട്, മതി കല്യാണി, ഇത് തന്നെ ഒത്തിരി ഓവറാ, മതി എന്ന് പറയുമ്പോഴേക്കും അത് ചേച്ചിയാണ് തീരുമാനിക്കണം, ഞാൻ ചെയ്തോളാം എന്ന് കല്യാണി പറയാണ്. ലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട്. കല്യാണി മോളെ, ഇവിടെ അന്നെങ്കിൽ അങ്ങനെ അധികം ആരൊന്നും ഇല്ലല്ലോ, ഇത്ര ഒരുക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് കല്യാണം കഴിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ദിലീപ് മോന്റെ വീട്ടിലേക്ക് കാർത്തിക മോള് സന്തോഷത്തോടെ കയറി പോണതും ഒന്ന് കണ്ടാൽ മതിയെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും അമ്മേ എല്ലാം നടക്കും, ഒരു കുഴപ്പവും ഇന്ന് ഉണ്ടാവില്ല എന്നൊക്കെ കല്യാണി പറയാണ്. അവിടേക്ക് അമ്മമ്മ വരുന്നുണ്ട്. ആഹാ, കല്യാണ പെണ്ണിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? ദേ കല്യാണ ചെക്കനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ കല്യാണ ചെക്കന്റെ അമ്മയടുത്ത്, ദിലീപിന്റെ അമ്മയടുത്ത് ഞാൻ ഒരേന്നൊക്കെ സംസാരിച്ചപ്പോ ദിലീപിന്റെ അമ്മ എന്താ പറഞ്ഞെന്നറിയാവോ? ഇപ്പൊ ഗംഗപ്രസാദിനെ പേടിച്ച് പേടിച്ച് പേടിയില്ലാതായെന്ന്. അത് കേട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, സത്യം പറഞ്ഞ അവൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. അവനെ പേടിക്കുന്നവരൊക്കെ ഇപ്പൊ അവനടുത്ത് ഓർത്ത് ഒരു പേടിയില്ല. കാരണം എപ്പോഴും അവൻ ഇങ്ങനെ തന്നെയാണല്ലോ പെരുമാറണത്. ആഹാ, ഇതാര്, അമലുവോ എന്ന് അമ്മൂമ്മ ചോദിക്കുകയാണ്. ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ, ദേ അമലുവിന്റെ ചെക്കനും ഓഡിറ്റോറിയത്തിലുണ്ട് കേട്ടോ. കല്യാണി മോളെ, നമുക്ക് ഇവരുടെ വിവാഹം കൂടി ഞങ്ങൾ നടത്തി കൊടുത്താല? ആദ്യ വിവാഹം ഒന്ന് കഴിയട്ടെ അമ്മമ്മേ, അതിനുശേഷം ഇവരുടെ വിവാഹത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട്. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? ദേ മുഹൂർത്തം വരെ കാത്തിരിക്കൊന്നും വേണ്ട, 10:30ക്കും 11:00ക്കാണ് മുഹൂർത്തം. സമയം ഇപ്പൊ ദേ 10:30 ആവാനായി, 10:30 നമുക്ക് വിവാഹം നടത്താം എന്ന് പറയാണ്. അമ്മ പറയണ്ട്, ഞാനും അത് തന്നെയാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, 10:30 കഴിയുമ്പോൾ തന്നെ നമുക്ക് വിവാഹം നടത്താം, 11:00 വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കണം നമ്മുടെ കിരണിനെയാണ്. കിരൺ നമ്മുടെ രതീഷിനോടൊക്കെ പറയണ്ട്, എല്ലാം സൂക്ഷിക്കണം, പുറത്തുനിന്ന് വരുന്നവരൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോ, ശരി സാറേ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, സാറ് അന്വേഷിക്കുന്നുണ്ട് താഴെ. അത് കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഇപ്പൊ താലികെട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പ്രധാനം എന്ന് പറയണത് ആരെങ്കിലും അകത്തേക്ക് കയറുന്നുണ്ടോന്ന് അറിയാവുന്നതല്ലേ, അത് ശരിയാ സാറേ എന്ന് രതീഷും പറയാട്ടോ. അതിനുശേഷം രതീഷും വേലും കൂടി പുറത്ത് നിൽക്കുമ്പോഴേക്കും രണ്ട് ഗുണ്ടകളെ പോലത്തെ രണ്ട് പേര് വരുവാട്ടോ. രതീഷ് ചോദിക്കണം, നിക്ക് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞങ്ങളുടെ പാചകത്തിന്. വേലു പറയണ്ട്, അതെ സാറേ, ഇവര് പാചകത്തിന് വന്നതാ, ഇന്നലെ വന്നത് ഞാൻ കണ്ടായിരുന്നു. ഓ ശരി ശരി, കേറിക്കോ എന്ന് പറയാണ്. പിന്നീട് ഒരു ചെക്കൻ കുറെ ജ്യൂസ് ഒക്കെ ആയിട്ട് വരുവാട്ടോ കുടിക്കാനായിട്ട്. രതീഷ് നിക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ജ്യൂസ് എടുക്കുകയാണ്. ഒരു ജ്യൂസ് വേലുവിനും കൊടുക്കുന്നുണ്ട്, വേറൊരെണ്ണം അപ്പുറത്തെ ഒരാൾക്കും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുടിച്ചു നോക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സോറി, വേറൊന്നും വിചാരിക്കല്ലേ, ഈ കല്യാണം ഒരുപാട് പേരുടെ കണ്ണുകടി കിട്ടുന്ന കല്യാണമാണ്, അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സംശയം കൊണ്ടിട്ടാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടണം, എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാട്ടോ. ആ സമയത്ത് നമ്മുടെ അമ്മോ പറയേണ്ടതേ, കല്യാണ ചക്കനെ മണ്ഡപത്തിൽ കയറി ഇരുന്ന് ദേ ഇനി കാർത്തിക മോളും കൂടി വാ. കല്യാണ ചക്കനെ കാർത്തിക മോളെ ഈ വേഷത്തിൽ കണ്ടാലേ ഇപ്പൊ ഗംഗപ്രസാദിന് എത്ര വന്നാലും മോളെ തന്നെ വിവാഹം കഴിച്ചോളൂ പറയും, അത്രക്ക് സുന്ദരിയായിട്ടുണ്ട് എന്റെ മോള് എന്ന് പറയാണ്. പ്രകാശം പണ്ട്, മോളെ വാ, സമയമായി എന്ന് പറയാണ്. എങ്ങനെ നമുക്ക് ഇറങ്ങിയാലോ? അല്ല, കിരണേട്ടൻ വന്നില്ലല്ലോ എന്ന് പറയാണ്. കിരൺ സാറ് വന്നോളും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാരും കൂടി അങ്ങോട്ട് ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് പോവാട്ടോ. ദിലീപിനെ കൂട്ടിക്കൊണ്ട് അമ്മ അതായത് മറ്റേ മണ്ഡപത്തിന്റെ അകത്തേക്ക് ദിലീപിനെ ഇരുത്താണ് ദിലീപിന്റെ അമ്മ. അപ്പൊ പൂജാരി പറഞ്ഞ എല്ലായിടത്തും ഇങ്ങനെ വന്ദിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ നമ്മുടെ ദിലീപ് എല്ലാവർക്കും നമസ്കാരമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം അവിടെ ഇരിക്കാൻ വേണ്ടി പൂജാരി പറയുന്നുണ്ട്, അല്ല കല്യാണ പെണ്ണിനെ വിളിച്ചോളൂ എന്ന് പൂജാരി പറയുമ്പോഴേക്കും തന്നെ പ്രകാശൻ നമ്മുടെ കാർത്തികനെയും കൂട്ടിക്കൊണ്ട് മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് വരുവാട്ടോ. കാർത്തികൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ്.
കാർത്തിക ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് പ്രകാശിന്റെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് വരുന്നത്. അതിനുശേഷം പ്രകാശിന്റെ കാലില് തൊട്ടു തൊഴുന്നുണ്ട് നമ്മുടെ കാർത്തിക നന്നായിട്ട് വരും മോളെ എന്ന് പറയാണ്. പ്രകാശൻ കൈ പിടിച്ച് കാർത്തികനെ ദിലീപിന്റെ അടുത്തേക്ക് ഇരുത്തുവാട്ടോ. ദിലീപും കാർത്തികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കാണ്. ആ സമയത്ത് കല്യാണി കാദംബരി ചോദിക്കണ്ട്, ചേച്ചി ഇതുവരെയും കിരണേട്ടനൊന്നും വന്നില്ലല്ലോ. അതെ, ഞാൻ നോക്കിക്കോളാം, ഞാനേ ഒന്ന് രതിയേട്ടനെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് കാദംബരി അപ്പുറത്തേക്ക് പോകുമ്പോ രതീഷിനെ കാണുന്നുണ്ട്. രതിയേട്ടാ, കിരൺ സാറൊക്കെ എവിടെ? നിങ്ങളെതിരെ ഇവിടെ നിൽക്കുന്നത്? ഏതേ മുഹൂർത്തത്തിന്റെ സമയം. കാദംബരി, നീ പോയിക്കോ, കിരൺ സാറെ കുറച്ച് തിരക്കിലാണ്, ഇവിടെ ആരെങ്കിലും ഒക്കെ വന്നോന്നൊക്കെ നോക്കണ്ടേ, നീ പോയിക്കോ, കിരൺ സാറ് വന്നോളും. ശരി എന്ന് പറഞ്ഞിട്ട് കാദംബരി അങ്ങോട്ടേക്ക് പോവാണ്. കല്യാണി ചോദിക്കട്ടെ, എവിടെ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും അത് വരുമെന്നാണ് കല്യാണി പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിൽ പിന്നാമ്പുറത്തോടെയാണ് കയറി വരുന്നത്. അപ്പോൾ ബാത്റൂം ഉണ്ട്, ആ ബാത്റൂമിലേക്ക് ആദ്യം ഒളിച്ചു നിൽക്കാണ് ഗംഗപ്രസാദ്. ശേഷം ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. കയ്യിൽ വലിയൊരു തോക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും മൂലക്ക് പോയി നിൽക്കാണ്. അപ്പോ കാർത്തികയും അതുപോലെ ദിലീപ് അടുത്തടുത്തിരിക്കണതൊക്കെ നമ്മുടെ ഗംഗ കാണുന്നുണ്ട്. കല്യാണി ആ സമയത്ത് കിരൺ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോഴും ഗംഗ വേഗം അവിടെ നിന്ന് മാറി നിൽക്കാട്ടോ. അതുകൊണ്ട് കല്യാണി ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ഗംഗേനെ കാണുന്നില്ല. അതേസമയം കിരൺ മുകളിൽ നിൽക്കുന്ന സമയത്ത് കിരണിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്, അൺനോൺ നമ്പറിൽ നിന്ന്. കിരൺ സാറേ, ദേ അവൻ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. കിരൺ ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രതീഷിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രതീഷ് വേഗം വന്നേ എന്ന് പറഞ്ഞിട്ട് രതീഷിനെ വിളിക്കുകയാണ്. ഈ മെസ്സേജ് കണ്ടില്ലേ, ഇത് ആരയച്ചതായിരിക്കും സർ? അറിയില്ല, ചിലപ്പോ അവൻ തന്നെ ആയിരിക്കും, ആ ഗംഗപ്രസാദ്. നമ്മുടെ എല്ലാവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അയച്ചതായിരിക്കും അവൻ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്കൊന്ന് നോക്കാം സാറേ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നാമ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കുവാണ്. അപ്പോഴേക്കും ഗംഗ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ആ മെസ്സേജ് അയച്ചത് മിക്കവാറും നമ്മുടെ മനോഹർ ആയിരിക്കും. ആ രീതിയിലാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ കിരണൊക്കെ പുറകിലൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ. ശേഷം നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, എങ്കിൽ മുഹൂർത്തത്തിന് സമയമല്ലോ, താലികെട്ട് നടത്തിയാലോ. അപ്പോ കിരണേട്ടൻ വന്നില്ലല്ലോ എന്ന് കല്യാണി പറയുമ്പോഴേക്കും എന്തായാലും നമുക്ക് താലികെട്ട് നടത്താൻ മോളെ എന്ന് പറയാം. അപ്പൊ രതീഷും കിരണും വേലൊന്നും അവിടെ ഇല്ല. അപ്പൊ പ്രകാശിന് മനസ്സിലായി അവരെന്തോ പ്രശ്നം വന്നിട്ട് പുറത്തേക്ക് പോയതാണ്. ഇനി താലികെട്ട് നടക്കാതിരിക്കണമെന്ന് പ്രകാശം പറയുന്നുണ്ട്. താലികെട്ട് നടത്താന്ന് പറയാണ്. അപ്പൊ പൂജാരി പറഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദിലീപും കാർത്തിക് എഴുന്നേറ്റിട്ട് എല്ലാവരെയും നോക്കിയിട്ട് ഒന്ന് സന്തോഷത്തോടു കൂടി തന്നെ രണ്ട് കൈകളും കൂപ്പി ഇങ്ങനെ നിൽക്കാട്ടോ. ശരി, ഇനി ഇരുന്നോളൂ എന്ന് പറയാണ്. താലി എടുത്ത് പയ്യന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദിലീപിന്റെ അമ്മ താലി എടുക്കാണ്. ഇതെല്ലാം തന്നെ ഗംഗപ്രസാദ് ഒരു മൂലക്ക് നിന്ന് കാണാട്ടോ. അവന്റെ കയ്യിൽ തോക്ക് അപ്പൊ തന്നെ അവൻ ശരിക്കും ഉയർത്തി പിടിക്കാണ്. അങ്ങനെ ദിലീപിന്റെ കയ്യിലേക്ക് താലി കൊടുക്കുമ്പോ ആ താലി ദിലീപ് കൈവച്ച് വാങ്ങിച്ചിട്ട് കുറച്ചുപേരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണിച്ചു പിടിക്കണമെന്നുണ്ടല്ലോ, ആൾക്കാരില്ലെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണിച്ചു പിടിക്കാണ് ദിലീപ്. അതിനുശേഷം കാർത്തികനെ കെട്ടാൻ വേണ്ടി കാർത്തികയുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. കാർത്തിക കണ്ണടച്ചങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാട്ടോ. ഗംഗപ്രസാദ് ഇങ്ങനെ തോക്കാട്ടിനെ പിടിച്ചിങ്ങനെ വലിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്ത് കിരണും രതീഷും വേലും ഒക്കെ പുറത്തിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നീട് അവരെ കാണിക്കുന്നില്ല, അവരെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടാവായിരിക്കും. ആ സമയത്താണ് നമ്മുടെ പ്രകാശം പറഞ്ഞ മോനെ ഇനി താലി കെട്ടിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദിലീപ് കാർത്തികയുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്നുണ്ട്. 3 കെട്ടുന്നുണ്ട് താലിയില്. ആ സമയത്ത് തന്നെയാണ് ഗംഗപ്രസാദ് ആ ഒരു തോക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കണതും. ആ ഒരു ഭാഗത്തോടെ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡും തീർന്നു കേട്ടോ. അപ്പൊ ബാക്കി കാണാൻ പോണ ഭാഗം എല്ലാം തന്നെ നാളെയാണ്. ഗംഗ മരിച്ച് പായൽ മുറിച്ചു കെട്ടുന്ന ഭാഗമൊക്കെ നാളെ ആയിരിക്കും. അതെന്താകും എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.